വീണ്ടും വിജയാഘോഷം. BJP ഓഫീസിന് മുന്നിൽ വനിതാ പ്രവർത്തകരുടെ ആഘോഷം. നല്ല ആവേശമുണ്ടല്ലേ വനിതാ രത്നങ്ങൾ ഒക്കെ. പാറ്റ്നയിൽ നിന്നുള്ള BJP വനിതകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവർ ആഹ്ലാദ പ്രകടനമാണ്. ഈ വനിതകൾക്കിടയിൽ എവിടെയോ നമ്മുടെ പ്രതിനിധിയുണ്ട്, നമ്മുടെ ശ്രീനാഥ് ചന്ദ്രൻ. ശ്രീനാഥ് കൈ ഒന്ന് പൊക്കി കാണിക്കൂ. കാണുന്നില്ല ശ്രീനാഥ് ചന്ദ്രൻ. ശ്രീനാഥ് ചന്ദ്രൻ കൈ പൊക്കിയില്ലല്ലോ. അങ്ങനെ ശ്രീനാഥ് നീ എവിടെയാണ്? കൈ പൊക്കൂ. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഓവർ ടു യു. കേട്ടുകൂടാൻ തോന്നുന്നു. ഭയങ്കര ബഹളമാണ് അവിടെ. പാട്ടും ഡാൻസും മേളവും ഒക്കെയാണ്. ശബ്ദം പക്ഷേ കേട്ടുകൂടാൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് നമ്മുടെ തേജസ്വി യാദവ് മുന്നിലാണെന്നുള്ള വാർത്ത രാഘവപൂരിൽ നിന്ന് വരുന്നുണ്ട്. അവരുടെ സ്വന്തം മണ്ഡലമാണ്. അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ജയിച്ച മണ്ഡലം. റാബറി ദേവിയും അച്ഛൻ ലാലു പ്രസാദും അവിടെ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയായവരാണ്. 2 തവണ അതേ മണ്ഡലത്തിൽ തേജസ്വി ജയിച്ചതാണ്. അപ്പൊ 3ാമത്തെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ചതാണ്. പക്ഷെ അത് പാറലിന്റെ വക്കിൽ നിന്നും 6 റൗണ്ട് എണ്ണുമ്പോൾ 219 വോട്ടിനാണ് മുന്നിൽ. എനിക്കൊന്ന് അതൊക്കെ അവസാന വോട്ടെണ്ണുന്നവരെ 2020 38,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2015 24 ചില്ലുവാനും എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ 250 എന്നൊക്കെ പറയുന്നത് വലിയ സങ്കടമാണ്, വലിയ കഷ്ടമാണ്. തേജസ്വി യാദവിനെ ഈ പറഞ്ഞ 209 നാണക്കേണ്ട. പിന്നെ ഇലക്ഷനാണ്. ഒരു വോട്ട് ജയിച്ചാൽ പല മണ്ഡലങ്ങളിലും 25-30 റൗണ്ട് വോട്ടുണ്ട്. സമയത്ത് 6-7 എണ്ണുന്നതേ ഉള്ളൂ. എന്തായാലും പകുതി വോട്ട് പോലും എണ്ണിട്ടില്ല. ഇല്ല, പക്ഷേ ഈ മൈഥിലി ഠാക്കൂർ ഒക്കെ 10,000 8,000, പക്ഷെ അതൊരു ഓൾമോസ്റ്റ് ഡൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.